ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന വേറെ ആരെയല്ല, നമ്മുടെ നന്ദുവിനെയാണ്. അപ്പം നന്ദു നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അത് നമ്മുടെ അനിയെ കാണാൻ വേണ്ടിയാണ് ചെല്ലുന്നത്. ഈ സമയത്ത് അനി അവിടുത്തെ മാനേജരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര് വന്നാലും ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മതി, ഇന്ന് എനിക്ക് ആരെയും കാണാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇന്നൊരു ഡീൽസും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അനി ചെല്ലുമ്പോഴത്തേക്കും, നന്ദു ചെല്ലുമ്പോഴത്തേക്കും മാനേജർ പറയുന്നുണ്ട് ഇവിടെ അനി ഇല്ലയെന്ന്. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് അനി എന്തെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവിടെ സാറില്ല, സാറ് പുറത്ത് പോയേക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിന് അത് വിശ്വാസമൊന്നും വരുന്നില്ല കേട്ടോ. നന്ദുവിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നന്ദു ചോദിക്കുകയാണ്, പുറത്ത് MDയുടെ കാറ് കിടപ്പുണ്ടല്ലോ, അത് പിന്നെ കമ്പനി കാറിലാണ് മേഡം പോയത്. ഓഹോ, ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണോ? അയ്യോ, ഞാനെന്തിനാ മേഡം അങ്ങനെ പറയുന്നത്? ഒരിക്കലും അല്ല. എന്നാൽ പിന്നെ ശരി, ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു പോകാൻ വേണ്ടി ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ മാനേജർ പറഞ്ഞു, ദേ മൂർത്തി സാറിനും ആദർശ് സാറിനും ഇല്ലാത്ത സ്വഭാവമാണ് പുതിയ MDക്ക്, നമ്മളെ കൊണ്ട് ഓരോ കള്ളങ്ങൾ പറയിക്കുകയാണ്. അവിടെയുള്ള സ്റ്റാഫിനോടാണ് കേട്ടോ ഈ മാനേജർ പറഞ്ഞത്. ഈ സമയത്ത് CCTVയിൽ നമ്മുടെ അനി എല്ലാം കാണുന്നുണ്ടായിരുന്നു. നന്ദു അതിലെ അലഞ്ഞു നടക്കുന്നതും ഫോൺ എടുത്ത് നമ്മുടെ അനിയെ വിളിക്കാൻ തുടങ്ങുന്നതൊക്കെ കാണാം. അപ്പം അനിക്ക് മനസ്സിലായി എന്നെ തന്നെ വിളിക്കാനായിരിക്കും ഇപ്പം കോള് വരുന്നത്. ഈ ഒരു സമയത്ത് അനി, എനിക്ക് അവളോടൊന്നും സംസാരിക്കാനില്ല, ഞാൻ കോൾ എടുക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് ഫോൺ എടുക്കാതിരിക്കുകയാണ്. ഏതായാലും തെറ്റിദ്ധാരണയാണ് കേട്ടോ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം, ഏറ്റവും വലിയൊരു ചതി, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്നൊക്കെ പറയുന്നത് തെറ്റിദ്ധാരണയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നന്ദു വെളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഹനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം, നവീനെ വിളിച്ച് കേക്കൊക്കെ മുറിപ്പിച്ചിട്ട് ഇപ്പം എന്നെ വിളിക്കുക, ഞാൻ അവളോട് ആരോടും പറയില്ലെന്ന് പറഞ്ഞതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. വീണ്ടും നമ്മുടെ നന്ദു വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് അവിടെ നിന്ന് പോയപ്പോഴും ഒക്കെ നമ്മുടെ നന്ദു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അനി ഫോൺ എടുക്കുന്നില്ല കേട്ടോ. വലിയൊരു തെറ്റിദ്ധാരണ തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം. ആ ഒരു സമയത്ത് നമ്മുടെ നവീൻ അറിഞ്ഞുകൊണ്ടൊന്നും അല്ല കേട്ടോ ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നത്. അപ്പോൾ വീണ്ടും നമ്മുടെ അനിയെ കാണിക്കണം. അനിയാണെങ്കിൽ മനസ്സിലിങ്ങനെ ഓരോന്നിങ്ങനെ പുറപുറത്തോണ്ടിരിക്കുക. അവനാണെങ്കിൽ അവളുടെ പുറകേന്ന് മാറുന്നുമില്ല, അവക്കാണെങ്കിലോ അവനോട് മതിപ്പുമുണ്ട്. ദേ ഇവളെ എന്നെയാണ് വേദനിപ്പിച്ചത്, എന്നിട്ട് അവൾ പോയപ്പോൾ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ, അവളെക്കുറിച്ച് എന്തിനാണ് ഞാൻ ഓർത്ത് വിഷമിക്കുന്നത്? അവളെക്കുറിച്ച് ഓർത്ത് എൻ്റെ സമയം എന്തിനാണ് കളയുന്നതെന്നൊക്കെ നമ്മുടെ അനി ഇങ്ങനെ തന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ വീണ്ടും പറയുക, അവളാ തെറ്റ് ചെയ്തത്, അവൾക്ക് വേണ്ടി ഞാൻ എത്ര മണിക്കൂറാണ് കാത്തു നിന്നത്, എന്നിട്ട് അവൾ വന്നില്ലല്ലോ, എന്നിട്ട് അവൾക്ക് മുമ്പിൽ ഇനി ഞാൻ താന്നു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അത്രയ്ക്ക് ഗതികേടൊന്നും എനിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ മനസ്സിനെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് വിശ്വസിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ അനിയൻ. ഈ സമയത്താണെങ്കിൽ നന്ദു ആണെങ്കിൽ സ്കൂട്ടി എടുത്തുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്. എവിടെയെങ്കിലും നമ്മുടെ അനി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇതിലേക്കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഓഫീസിലുണ്ടെന്ന് നന്ദുവിന് അറിയത്തുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവയാനി പോകാൻ വേണ്ടി തുടങ്ങുകയാണ്, ദേവയാനിയും ചന്തുമോളും കൂടി. അപ്പോൾ പോകാൻ തുടങ്ങിയപ്പോൾ പോകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പം നമ്മുടെ ആദർശ് പറഞ്ഞു, എന്നാൽ പിന്നെ എന്തിനാ പോകുന്നത്, നാളെ പോയാൽ പോരെ, അത് പിന്നെ മോക്ക് സ്കൂളുണ്ടല്ലോ, പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ, ഇവിടുന്ന് സ്കൂളിൽ പോകണം എന്ന് നയന പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതെ മോള് സമയത്ത് ആഹാരം കഴിക്കണം കേട്ടോ, അത് അമ്മ സമയത്ത് വിളിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, അതൊന്നും ഞാൻ മറക്കാറില്ല. അപ്പോൾ ആദർശ് ചോദിച്ചു, അല്ല ചന്തുമോള് പോവുകയാണോ? അങ്കിളെ ഞാൻ അച്ഛ ഞാൻ പോവുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, മോക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഭയങ്കര സന്തോഷമായിരുന്നു, പിന്നെ അവിടെ നിൽക്കുന്നതേ ഇഷ്ടമല്ല, പിന്നെ അബിയും നമ്മുടെ ജലജയൊക്കെ ഇവളെ സന്തോഷിപ്പിക്കുന്നത് ഞാനുള്ളത് കൊണ്ട് മാത്രമാണ്, പിന്നെ നവ്യ അവിടെ ഉണ്ടല്ലോ, അവളുടെ സ്വഭാവം തീരെ മോശമാണ് എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ നവ്യ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കാറുമുണ്ട് കൊച്ചിനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയന പറഞ്ഞു, ദേ വല്യമ്മ പറയുന്നതൊന്നും കേട്ട് മോള് വിഷമിക്കല്ലേ, വല്യമ്മ വായി തോന്നുന്നൊക്കെ പറയും, മോൾ അത് കാര്യമാക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദേവേന് പറഞ്ഞു, മോളുടെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നവ്യയുടെ നാളെ അടക്കാൻ വേണ്ടി ആർക്കെങ്കിലും പറ്റുമോ, അബിയും ചലച്ചയും പിന്നെ മോക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തേ പറ്റൂ, ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ദേ മോനെ ഇവിടെയാണെങ്കിൽ നീ മോളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, മറക്കരുതേ, പിന്നെ എപ്പോഴും പുറത്ത് പോകരുത്, പിന്നെ ചന്തമോള് കുഞ്ഞാവനെ കാത്തിരിക്കുക, കുഞ്ഞാവനെ കളിപ്പിക്കാൻ, പിന്നെ നിന്റെ മുത്തച്ഛൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നൊന്നും അറിയില്ല, ഇന്നല്ലെങ്കിൽ നാളെ മഞ്ഞു ഉരുകുന്ന ഞങ്ങളുടെയൊക്കെ വിശ്വാസം, അന്ന് നിങ്ങൾ അനന്തപുരി തറവാട്ടിലേക്ക് വരണം, അനിയാണെങ്കിൽ നിന്റെ വരവിനായിട്ട് കാത്തിരിക്കുക, അതെ അവന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കുന്നുണ്ടെന്നേ.
അവന് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്. പിന്നെ അച്ഛനോടും ഇളയച്ചനോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അനി വന്ന ശേഷം കമ്പനിക്ക് ഒരു താഴ്ച ഉണ്ടാകാൻ പാടില്ലെന്ന്. നീ പറഞ്ഞില്ലേ വിഷുവിന് ഈ തവണ നമ്മൾ കുറച്ച് താഴേക്ക് പോകുന്നു. അത് മുത്തശ്ശന് എങ്ങനെ എടുക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല മോനെ. അത് മുത്തശ്ശൻ അറിയാമേ, പെട്ടെന്നൊരു തകർച്ച ഉണ്ടായാൽ കര കയറി വരാൻ സമയമെടുക്കുന്നു. അത് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് മുത്തശ്ശൻ. നമ്മുടെ ശത്രുക്കളെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പൊക്കോട്ടെ, ഇടയ്ക്ക് വെച്ച് അവരേതായാലും വീഴും. അതിന് ആദ്യം അമിത ആത്മവിശ്വാസം അവർക്ക് കൊടുക്കുന്നത് നല്ലത്. അത് പിന്നെ നിന്നോട് അവർ ചെയ്തതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് നീ സൂക്ഷിക്കണം, സൂക്ഷിച്ചു വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇനിയിപ്പോൾ അവരെന്നെ ടാർഗറ്റ് ചെയ്യില്ല. ഞാൻ കമ്പനിയിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ പുറത്താക്കപ്പെട്ടവരാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി എന്നെ ശ്രദ്ധിക്കാനല്ല സാധ്യത, ഇനി അനിയായിരിക്കും അവരുടെ ടാർഗറ്റ്, ഇനി അനിയായിരിക്കും അവരുടെ ലക്ഷ്യം. അപ്പോഴത്തേക്ക് നയന പറഞ്ഞു, അത് പിന്നെ വേഷം മാറി AM ജ്വല്ലറിയിൽ ആദർശേട്ടനെ 1-2 തവണ പോയി പല രീതിയിൽ അവരുടെ കള്ളക്കളികൾ കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടമ്മേ. അത് പിന്നെ ഡേവിഡ് എന്ന് പറയുന്ന ഒരാളെ കമ്പനിയുടെ MD എങ്കിലും നിന്റെ മുത്തച്ഛന് ഏത് നേരവും പറയുന്നത് അയാളുടെ പിന്നിൽ വേറോ ആരുണ്ടെന്നാ. അത് 100% സത്യമാ അമ്മേ. വളരെ ബുദ്ധിമാനായ ഒരാൾ ഡേവിഡിന് പിന്നിലുണ്ട്. അയാളെ ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഉടനെ തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യും. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം. അതെ, എന്തെങ്കിലും കൊതിയുള്ള ഭക്ഷണം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ വിളിച്ചു പറയണം കേട്ടോ, അപ്പം തന്നെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരാം. എന്നാ ബാ ചന്തു മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നമ്മുടെ ദേവയാനി ചന്തു മോളെയും കൂട്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നയനയ്ക്കും ആദർശനും ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് ചന്തുമോളും ദേവയാനിയും കൂടെ അവിടെ നിന്ന് പോകുന്നത്. ഏതായാലും അവർ പോയി കഴിഞ്ഞ് പിന്നെ ആദർശും നയനയും ഇങ്ങനെ അവർ പോകുന്നു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, ഇടയ്ക്ക് ഇവർ വരുന്നത് വലിയൊരു ആശ്വാസം തന്നെയല്ലേ ആദർശേട്ടാ, കാരണം അമ്മയ്ക്ക് നമ്മളെ കാണാൻ വരാൻ തോന്നുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പകുതി സങ്കടവും നമുക്ക് മറക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അമ്മയ്ക്ക് വരാതിരിക്കാൻ പറ്റുമോ, അമ്മയുടെ കൊച്ചുമോളോ അല്ലേ ഈ വയറ്റിലുള്ളതെന്നൊക്കെ പറയുകയാണ്. എന്നാലും നയനയ്ക്ക് ഭയങ്കര സങ്കടം കേട്ടോ. നയന നമ്മുടെ ദേവയാനി പോയപ്പോഴത്തേക്കും കണ്ണുകളൊക്കെ നിറച്ച് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ആദർശ് പറയാ, ഇവിടെ വന്നിട്ട് യാത്ര പറയുമ്പോൾ നിന്റെ കണ്ണ് മാത്രമല്ല അമ്മയുടെ കണ്ണും നിറയും, അതുകൊണ്ട് അമ്മയോട് ഇങ്ങോട്ട് വരണ്ടെന്നാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇങ്ങനെ നിന്നത്. ചന്തുമോൾക്ക് അത് സങ്കടമാവും കണ്ണ് നിറയുന്നത്. പിന്നെ അമ്മ 7 മാസം കഴിയുമ്പോൾ ഇവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അതെന്താ ആദർശേട്ടാ, 7-ാം മാസം നമ്മൾ തറവാട്ടിലായിരിക്കും, അനന്തപുരി തറവാട്ടിൽ നമ്മൾ തിരിച്ചു കയറും. നമ്മുടെ എതിരാളികളെ കണ്ടെത്തി കഴിഞ്ഞാൽ മുത്തശ്ശൻ ഉറപ്പായിട്ടും എന്നെ വിളിക്കുന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. അതുവരെ നമുക്ക് ഈ വാശിയും വൈരാഗ്യവും ഒക്കെ മുത്തശ്ശൻ കാണിക്കും, അത് കണ്ടിട്ട് നമുക്കും ഇങ്ങനെ നിൽക്കാം, അത് മതി. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പഴയതുപോലെ തന്നെ അനന്തപുരി തറവാട്ടിൽ പോകും. എൻ്റെ കുഞ്ഞും നിൻ്റെ കുഞ്ഞും പിറക്കാൻ പോകുന്നത് അനന്തപുരി തറവാട്ടിൽ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ നയനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ അഭി ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് നവ്യുണ്ട്. അപ്പം നവ്യ പറയുക, എടാ നീ എന്നാ AM ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് ഡേവിഡ് സാറിനോട് ചോദിക്കാം. അപ്പം നീ ഒന്ന് അമ്മായി സമ്മതിക്കത്തില്ല, ഇവിടെയുള്ളവരൊക്കെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ മുട്ടക്കം പറയാൻ നിൽക്കരുത്. അത് പിന്നെ നവ്യയും നീ തന്നെ ഇത് നിന്റെ ആവശ്യമായിട്ട് എല്ലാവരോടും പറയണം, ഞാനല്ലത് പറയേണ്ടത്. അപ്പം നിനക്ക് ഇങ്ങനെ ഒരു ആവശ്യമില്ലേ അഭി? എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് നിനക്കറിയാലോ. എങ്കിലും കുടുംബത്തിന് എതിരെ നിൽക്കുന്നവന് എന്ന പേര് എനിക്കുണ്ടല്ലോ, ആ പേര് മാറിക്കിട്ടണ്ടേ? അതെന്തിനാ നിലനിർത്തുന്നത് നമ്മൾ? അല്ല, അപ്പം നിനക്ക് ജോലിക്ക് പോകാൻ തീരെ താല്പര്യമില്ലേ അഭി? അതെന്തൊരു ചോദ്യം നവ്യ നീ ചോദിക്കുന്നത്? നമ്മുടെ ആഗ്രഹം നിന്റെ ആവശ്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കണം. നീ അതിൻ്റെ പേരിൽ ഈ വീട്ടിനകത്ത് വഴക്കുണ്ടാക്കണം. അപ്പം നിവൃത്തിയില്ലാതെ പോകുന്നു എന്ന് എനിക്ക് വരുത്തി തീർക്കാലോ. എടാ, മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് നിന്നെ നിഷ്കരണം പുറത്താക്കിയത് നിന്റെ ചേട്ടനും അനിയനും കൂടിയാ, അത് നീ മറന്നു പോകരുത്. ഈ വീട്ടിലെ എല്ലാവരും സപ്പോർട്ടുമായിരുന്നു നിന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളപ്പം നിനക്ക് മറ്റുള്ളവരുടെ മുഖം നോക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ മുഖം നോക്കി പെരുമാറേണ്ട കാര്യമുണ്ടോ? ഡേവിഡ് സാർ ആണെങ്കിൽ AM ജ്വല്ലറി വിജയിച്ചതിൻ്റെ ക്രെഡിറ്റ് എനിക്കും കൂടി തരുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല മനുഷ്യനാണെന്നേ, കൂടെ നിൽക്കുന്നവരെ സഹായിക്കുന്ന ആളാ. അത് കണ്ടറിഞ്ഞ് നമ്മൾ നിൽക്കണ്ടേ? അതുപോലെ തന്നെ കമ്പനിക്ക് ഒരു നേട്ടം ഉണ്ടാകുമ്പം ആ നേട്ടത്തിൻ്റെ പങ്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആ സ്വീപ്പർക്ക് പോലും കൊടുക്കാറുണ്ട്. എന്തായാലും ഞാൻ AM ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യുമ്പം ഇവിടെ ഒരു കോളിളക്കം ഉണ്ടാകും നവ്യ. ഇപ്പം തന്നെ നീ മോഡലായിട്ട് പോയതിൻ്റെ പഴി ഞാൻ തന്നെ കേൾക്കുന്നുണ്ട്. ഇനിയിപ്പം ഈ കാര്യത്തിൽ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്ക് എന്താ ജീവിക്കാൻ പറ്റത്തില്ലേ? അല്ല എടി, അത് ബുദ്ധിയല്ല. AM ജ്വല്ലറിക്കാരെ ഇപ്പം നമ്മളോട് വിശ്വാസം കാണിക്കുന്നുണ്ട്. നാളെ അവർ നമ്മളെ തള്ളിക്കളഞ്ഞാൽ എന്ത് ചെയ്യും? അത് പിന്നെ
എൻ്റെ പൊന്നഭി അങ്ങനെയൊന്നും ഓർത്തിട്ട് ഒരു കാര്യമില്ല. അത് പിന്നെ നമ്മുടെ ട്രസ്റ്റിൻ്റെ വീതം ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ടോ? നമ്മളിവിടുന്ന് പുറത്ത് പോയി നമുക്കത് കിട്ടുമെന്ന് അഭിയേ, അതും കൂടെ നമ്മൾ കരുതണ്ടേ. അതും മോഹിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. അവസാനം നമ്മുടെ ജീവിതം വട്ടപൂജ്യമാകും, വട്ടപൂജ്യം. അപ്പോഴേ അഭി പഠിക്കത്തുള്ളൂ. ഇതേ എൻ്റെ റെക്കമെൻഡേഷനിൽ കിട്ടിയ ജോലിയാണ്, അതിന് നീ ഉറപ്പായിട്ടും പോകണം, അല്ലെങ്കിൽ എൻ്റെ നിലയും വിലയുമാണ് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ വീടിനകത്ത് എന്ത് കലഹം ഉണ്ടാക്കാനും ഞാൻ ഒരുക്കുമോ, ഞാൻ തയ്യാറാ. ഇനിയിപ്പോൾ എന്ത് വന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ അഭി മനസ്സിൽ വിചാരിക്കുക, അതാണ് എൻ്റെ ആവശ്യം, നീ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കണം, അടിയെ ഉണ്ടാക്കണം എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ദേവയാനിയും ചന്തുമോളും കൂടെ തിരിച്ചനന്തപുരി തറവാട്ടിലേക്ക് വരികയാണ് കേട്ടോ, നമ്മുടെ നയനയെ കാണാൻ പോയിട്ട്. അങ്ങനെ വന്നപ്പോൾ തന്നെ അവിടെ മുത്തശ്ശി ഉണ്ടായിരുന്നു. അപ്പം മുത്തശ്ശി, ആഹാ വന്നോ, എന്ത് പറയുന്നു മോനും മരുമകളും? ഇടയ്ക്ക് അമ്മയായിട്ട് അവർ സംസാരിച്ചിരുന്നല്ലോ. സംസാരിച്ചിരുന്നു. അതെ, പണ്ട് ഞാൻ ഗർഭിണിയായിരുന്ന സമയത്തെ ആദർശിൻ്റെ മുത്തച്ഛൻ എനിക്കൊരു വീട്ടിൽ പറഞ്ഞിട്ട് പലഹാരങ്ങളൊക്കെ എത്തിച്ചു തരുമായിരുന്നു. നിങ്ങൾക്കൊക്കെ അത് എത്തിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ടമ്മേ. അവർ പാരമ്പര്യമായിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന വീട്ടുകാരാ. അവരോട് കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കൊണ്ടുവരുമ്പോഴേ അത് നമുക്ക് രണ്ടാൾക്കും കൂടെ കൊണ്ടു കൊടുക്കാം. എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കൊണ്ടു കൊടുക്കാം. ഏതായാലും എനിക്ക് മോക്കും നല്ല മനസ്സിന് സുഖമായി അവരെ കണ്ടു കഴിഞ്ഞപ്പം. അപ്പം ചന്തുമോളോട് ചോദിച്ചു മുത്തശ്ശി, അമ്മയച്ഛനും എന്ത് പറഞ്ഞു? അവർക്ക് സന്തോഷമായി മുത്തശ്ശി. അപ്പം രണ്ടാൾക്കും സന്തോഷമായല്ലേ, ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അമ്മയുടെ കയ്യിലൊരു കുഞ്ഞാ വരുമല്ലോ. അപ്പം മോക്ക് കളിക്കാൻ ഒരാളായി. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അഭി വന്നു കേട്ടോ. അപ്പം നമ്മുടെ നവ്യ ചോദിച്ചു, എങ്ങനെയുണ്ട് അവക്ക് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അത് നിൻ്റെയും കൂടെ അനിയത്തിയല്ലേ, നിനക്ക് പോയി തിരക്കിക്കൂടെ? ഇടയ്ക്കൊന്ന് പോകണം, പോയി നോക്കണം. പിന്നെ അവിടെ ചെല്ലുമ്പം അവൾ മാത്രമല്ലല്ലോ ഉള്ളത്, മറ്റു ചിലരും അവിടെ ഉണ്ടല്ലോ. അവരുടെ മുഖമൊക്കെ കാണുന്നത് എനിക്ക് ചതുർത്ഥിയാ. മറ്റു ചിലർ എൻ്റെ മകനല്ലേ. അമ്മായി അങ്ങോട്ട് പോകുന്നത് മോളെ കൊണ്ടുപോയി അച്ഛനെ കാണിക്കാൻ വേണ്ടിയാ. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ, എനിക്ക് ആരെയും കാണിക്കാനും എടുക്കാനും പോകേണ്ട ഒരു കാര്യവും വരുന്നില്ലല്ലോ എന്ന്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്നുണ്ട് നവ്യനെ അഭിനെ. ഏതായാലും അഭി ഇതിനൊന്നും മറുപടി പറയുന്നില്ല. ഈ സമയത്ത് നമ്മുടെ ദേവയാനി പറഞ്ഞു, മോള് റൂമിലേക്ക് പൊക്കുമെന്ന് പറഞ്ഞ് ശാന്തമോളെ പറഞ്ഞു വിട്ടു. അപ്പം നമ്മുടെ നവ്യ പറഞ്ഞു, അതെ ഞാൻ AM ജ്വല്ലറിയിലേക്ക് പോവുക, എനിക്ക് ഷൂട്ടുണ്ട്. അവൻ ഇവിടെ ഒരു ജോലി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. MD ആയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഇവൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ജോലി കൊടുക്കാമെന്ന് ഡേവിഡ് സാർ ഉറപ്പ് തന്നിട്ടുണ്ട്. എന്താടാ നീ ആ ജോലിക്ക് പോകുന്നുണ്ടോ? അപ്പോഴത്തേക്ക് നമ്മുടെ അഭി, അത് പിന്നെ ഞാൻ എന്താ നീ വിക്കി നിൽക്കുന്നത്? എന്താടാ പോകുന്നെന്ന് പറഞ്ഞാൽ എന്ന് നവ്യ അഭിയോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് നിന്നെ പുറത്താക്കിയതല്ലേ, അപ്പം നിനക്ക് പോകുന്നതിൽ എന്താ കുഴപ്പം? നിനക്ക് അന്തസ്സായിട്ട് മറ്റൊരു ജോലിക്ക് പോകുന്നതിൽ എന്താണ് കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, മൂർത്തീസ് ജ്വല്ലറിയെ നശിപ്പിക്കാൻ നടക്കുക AM ജ്വല്ലറിക്കാർ. എന്നിട്ട് അവരെയും കൂട്ടുപിടിച്ചാ നീ ഇപ്പം നിൽക്കുന്നത്. നീ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി നിൽക്കുക ഇപ്പം. അതിൻ്റെ കൂടെ ഇവനെയും കൂടെ കൂട്ടേണ്ട വല്ല കാര്യമുണ്ടോ നവ്യെ? എന്തിനാ വെറുതെ? അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു, കാട്ടുകള്ളനായ ഇവൻ അവിടെ ജോലിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട്, എന്ത് ഗുണം ഉണ്ടാകാൻ? അവർക്കൊരു ഗുണം ഉണ്ടാവത്തില്ല. അപ്പം നവ്യ പറഞ്ഞു, ആ ജ്വല്ലറിക്ക് ഗുണം ഉണ്ടാവരുതെന്നാണല്ലോ ഇവിടെ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെയുള്ളപ്പം ഇവൻ അവിടെ ജോലിക്ക് കയറുന്നത് തന്നെയല്ലേ നല്ലത്? ഇപ്പം ഇവന് ജീവിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. എങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷമുണ്ടല്ലോ, സമാധാനം അത് വേറെ തന്നെയാണ്. ഞാൻ എന്തായാലും ഇന്ന് വളരെ സീരിയസ് ആയിട്ട് ഡേവിഡ് സാറിനോട് സംസാരിക്കാൻ പോവുക കാര്യങ്ങളൊക്കെ. വീട്ടുമണിയും ചെയ്ത് അമ്മായിയുടെ മോൻ്റെ കുഞ്ഞിനെ താലോചിച്ച് ജീവിതം തീർക്കേണ്ട ഒരുത്തനല്ല ഇവന്. അത് മനസ്സിലാക്കുക. ഞാനും അങ്ങനെ ഒരുത്തിയല്ല. എനിക്ക് ഇപ്പം AM ജ്വല്ലറിക്കാർ നല്ല ഡിമാൻഡ് തരുന്നുണ്ട് എന്ന് വെച്ച് എല്ലാ കാലത്തും ഒരു മോഡൽ ആ ഫീൽഡിൽ തുടരാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നെയും എൻ്റെ കുഞ്ഞിനെയും അന്തസ്സായിട്ട് നോക്കാൻ വേണ്ടി ഇവനൊരു ജോലി വേണം. ആരെയും ആശ്രയിക്കാതെ ഞങ്ങൾക്കും ജീവിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇവനെ നിർബന്ധിക്കുന്നത്. പിന്നെ നാളെ ഞങ്ങൾ ഈ വീടിൻ്റെ പടി ഇറക്കി വിടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ആ സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടി യാചിക്കാതെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അതോ ഞങ്ങൾ തെരുവിൽ തെണ്ടണോ? ഏതായാലും നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവന് AM ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയ ആ ഒരു ഓഫർ നിരസിക്കുന്നില്ല. ഇവൻ AM ജ്വല്ലറിയിൽ തന്നെ ജോലിക്ക് പോകും. അപ്പോഴത്തേക്കും നമ്മുടെ അഭി ഒന്നും അറിയാത്തതുപോലെ, അയ്യോ എന്ത് ചെയ്യാൻ, എന്തൊക്കെ ഈ നവ്യ പറയുന്നത്? എടാ നീ ജോലിക്ക് പോകുന്നുണ്ടോ? അത് പിന്നെ ഞാൻ അമ്മായി പറയുന്നത് പോലെ ചെയ്തോളാം. അപ്പം മുത്തശ്ശി പറഞ്ഞു, കണ്ടില്ലേ അവൻ്റെ ഒരു എളിമ, ഇവനാ നവ്യനെ ആ കമ്പനിയുടെ മോഡലാക്കിയത്. അത് പിന്നെ മുത്തശ്ശി ഞാൻ ഒന്നും പറയണ്ട, നിന്നെപ്പോലെ ഒരു കുറുക്കനെ ഇപ്പം ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എല്ലാത്തിനും ഒരു ഇതിട്ട് കൊടുക്കുന്ന നീ തന്നെയാണ്. അപ്പം നമ്മുടെ ദേവയാനി പറഞ്ഞു, ഒരുത്തി വെല്ലുവിളിയോടുകൂടി സംസാരിച്ചിട്ട് പോയല്ലോടാ. എൻ്റെ മകനെയും സമയം കിട്ടുമ്പോഴൊക്കെ അവൾ താറടിക്കുന്നുണ്ട്.
അവളുടെ അഹങ്കാരത്തിനുള്ള മറുപടി കൊടുക്കാനേ എനിക്ക് നന്നായിട്ട് അറിയാം. അത് കൊടുക്കാതിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, ഒരു കുടുംബം തകർന്ന് പോകണ്ടല്ലോ എന്നോർത്താ. പിന്നെ അവൾ ചിന്തിക്കുന്നത് പോലെ അല്ലല്ലോ നയനമോള് ചിന്തിക്കുന്നത്. ചേച്ചിക്ക് ഒരു തകർച്ച ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നവളാണ് എൻ്റെ നയനമോള്. അതുകൊണ്ടൊക്കെയാണ് ഞാനും പലതും മറച്ചു വെക്കുന്നതും അടക്കി പിടിക്കുന്നതും. അതുകൊണ്ടാണ് നവിക്ക് ഞങ്ങളുടെ നേരെ നിന്ന് സംസാരിക്കാൻ കഴിയുന്നത്. അത് പിന്നെ അമ്മായി, ഞാനിപ്പോൾ ചെകുത്താനും കടലിനും നടുക്ക. ഓ, നീ ചെകുത്താനും കടലിലും നടുക്കല്ല, നീ ശരിക്കും ചെകുത്താൻ തന്നെ. ചെകുത്താൻ്റെ മനസ്സുള്ള ഒരുത്തനടാ നീ. നീ ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ലടാ. മര്യാദയ്ക്ക് മനസ്സ് ക്ലിയർ ചെയ്ത് ദൈവത്തെ വിളിച്ച് കള്ളത്തരം കാണിക്കാതെ ജീവിക്കാൻ നോക്ക്. എങ്കിൽ മാത്രമേ നീയൊക്കെ ഗതി പിടിക്കത്തുള്ളൂ എന്ന് മുത്തശ്ശി. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പാവത്താനെ പോലെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ അഭിയെ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാളവികേനെയും അതുപോലെ നയനയാണ്. അപ്പം നയന ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നയനയുടെ മുഖത്തേക്ക് തന്നെ മാളവിക ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ നയന എന്താ ഇങ്ങനെ അതിശയത്തോടു കൂടി നോക്കുന്നത്? അല്ല, ശരിക്കും എനിക്ക് അതിശയം തന്നെയാ. കാരണം ഞാനൊക്കെ എന്തുമാത്രം തല പുകച്ചിട്ട ഒരു ഡിസൈൻ തയ്യാറാക്കുന്നതെന്ന് അറിയാമോ? അപ്പോൾ പിന്നെ ഇത് കണ്ടിട്ട് അതിശയിക്കാതെ എങ്ങനെ ഇരിക്കും? ചിലപ്പോൾ ഒരു ഐഡിയയും കിട്ടത്തില്ല. ഇവിടെ എത്ര നിസ്സാരമായിട്ടാണ് മേഡം ഇത് വരയ്ക്കുന്നതെന്ന് കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നാതിരിക്കുമോ? അത് പിന്നെ എൻ്റെ അച്ഛനാ ഇതിലെൻ്റെ ഗുരുവ്. ഓർമ്മയായ നാൾ മുതൽ അച്ഛന് ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നത് കണ്ട ഞങ്ങൾ മക്കൾ വളർന്നത്. പിന്നെ എനിക്കതിനൊരു ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ അച്ഛനെ സഹായിക്കാൻ കൂടി. പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് പ്രൈസസ് എനിക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ഞാനും ആദർശേട്ടനും തമ്മിലുള്ള കല്യാണം നടന്നതുപോലും എൻ്റെ ഈ കഴിവ് കൊണ്ടാണ്. അറിയാം, ഗണപതി വിഗ്രഹം മോടി പിടിപ്പിച്ചതും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ എനിക്കറിയാം. അന്നേ ഞങ്ങൾ കീരിയും പാമ്പുമായിരുന്നു മാളവിക. എങ്ങനെ ബന്ധം പിരിയാന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ആ സമയത്ത് ആദർശേട്ടൻ നടന്നുകൊണ്ടിരുന്നത്. ആദർശേട്ടൻ്റെ അമ്മയും അങ്ങനെയായിരുന്നു. എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവസാനം എൻ്റെ കരൾ ദാനമായിട്ട് കൊടുക്കേണ്ടി വന്നു ആദർശേട്ടൻ്റെ അമ്മ എന്നെ മരുമകളായിട്ട് കാണാൻ. അതിനു മുമ്പ് തന്നെ മേഡം സാറും അടുത്തില്ലേ? ഞങ്ങൾ തമ്മിലുള്ള പിണക്കം അതിനു മുമ്പ് തന്നെ മാറിയെന്നേ. ആദർശേട്ടന് എന്നെ ഒത്തിരി ഇഷ്ടമാണ്. ആദർശേട്ടൻ എന്നെ നന്നായിട്ട് മനസ്സിലായി. ഞാൻ ഒരിക്കലും പണവും പ്രശസ്തിയും മോഹിച്ചല്ല അനന്തപുരി തറവാട്ടിലേക്ക് കയറി വന്നത് എന്ന് എൻ്റെ പ്രവൃത്തിയിലൂടെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ എന്നെ സ്നേഹിച്ച് തുടങ്ങിയത്. അന്നും എനിക്ക് വലിയ സപ്പോർട്ടായിരുന്നു ആദർശേട്ടൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ. അതുകൊണ്ട് അവിടെ ഞാൻ പിടിച്ചു നിന്നത്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ കൊതിച്ചു പോകും അതുപോലെ രണ്ടാൾക്കാരെ കിട്ടാനായിട്ട്. അത് വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, കമ്പനിയിലുള്ളവർക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്നേ. മൂർത്തി സാറിനെ കുറിച്ച് ഓരോ സ്റ്റാഫും പറയുന്നത് കേട്ടിട്ടില്ലേ? അതേ സ്വഭാവം ആദർശനും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചപ്പം മറ്റൊന്നും നോക്കാതെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് റിസ്ക് എടുത്ത് കൂടെ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശം ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ആദർശ് സ്റ്റെയർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അതെ, റിസ്ക് എടുത്ത് കൂടെ നിൽക്കുന്നതൊക്കെ കൊള്ളാം. മാളവിക കളക്ഷൻസ് അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരത്തുള്ളൂ. അത് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ്സാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് സ്പൈ വർക്കിൽ. അതിൻ്റെ ഒരു ഗുണം എനിക്കും കിട്ടിയിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിച്ചു. അദ്ദേഹം കുറച്ച് ഐഡിയാസൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ നിന്നെ ഒരിക്കലും ഞാൻ പ്രഷർ ചെയ്യുന്നില്ല മാളവിക. പക്ഷേ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നീ ഓടിയെത്തി. അപ്പോഴും നീ ഒരു കാര്യം സൂക്ഷിക്കണം മാളവിക. നീ ഞങ്ങൾക്ക് വേണ്ടി ചാരപ്പണി ചെയ്യുകയാണെന്ന് അറിഞ്ഞാൽ അവിടെ തീരും നിൻ്റെ ജീവിതം. അതാരും അറിയാൻ പാടില്ല, രഹസ്യമായിരിക്കണം. അവർ നിന്നെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയാൽ കുഴപ്പമില്ല, പക്ഷെ ജീവൻ പോലും എടുക്കാൻ മടിയില്ലാത്തവരാ AM ജോലിയുടെ തലപ്പത്തുള്ളവർ. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അതൊക്കെ എനിക്ക് അറിയാം സാറേ, അതൊക്കെ അറിഞ്ഞു തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇതൊന്നും ആരും പറയാൻ പോകുന്നില്ല. അപ്പം നയന പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മുഖമൊക്കെ ഒന്ന് മറച്ചു വേണം വരാനായിട്ട്. അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഞാൻ വരുന്നത്. എൻ്റെ വേഷത്തിലും ഹെയർ സ്റ്റൈലിലും ഒക്കെ ഞാൻ മാറ്റം വരുത്താറുണ്ട്. പിന്നെ മാസ്ക് ഇട്ട് അല്ലെങ്കിൽ ഷോൾ കൊണ്ട് പരമാവധി മുഖം മറിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പലപ്പോഴും വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ആരുടെയും കണ്ണിൽ പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നയന ആദർശിനെ കാണിച്ചു കൊടുക്കുകയാണത് പുതിയ ഡിസൈൻസാണ്. ഇതേതായാലും അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. മൂർത്തി ജ്വല്ലറി ടോപ്പ് ഡിസൈൻസ് ആണല്ലോ ഇപ്പോൾ അവർക്ക് കൊടുക്കാൻ പോകുന്നത്. തൽക്കാലം അങ്ങനെ ചെയ്തല്ലേ പറ്റൂ സാറിന് മാളവിക. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു, ഏതായാലും വിഷുവിന് അവർ സെയിൽസ് കൂട്ടട്ടെ, അവർ റെക്കോർഡ് നേടട്ടെ വിഷുവിന്. മെല്ലെ മെല്ലെ അവിടുത്തെ രഹസ്യങ്ങളൊക്കെ നിനക്ക് പിടികിട്ടാൻ തുടങ്ങും. അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ സംസാരത്തിൽ നിന്നും നിനക്ക് പിടികിട്ടാൻ തുടങ്ങും. അതൊക്കെ ഞാൻ നീറ്റായിട്ട് കണ്ടുപിടിച്ചോളാം സാറേ, ഞാൻ ഏതായാലും പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ ഡിസൈനും കൊണ്ട് നമ്മുടെ മാളവിക പോവുകയാണ് കേട്ടോ. അപ്പം നയനയാണ് ആ ഡിസൈൻസൊക്കെ നമ്മുടെ എന്താ പറയുക AM ജ്വല്ലറിക്ക് കൊടുക്കുന്നത്. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ മാളവിക ഡിസൈൻസുമായിട്ട് AM ജ്വല്ലറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. നമ്മൾ എന്നും നമ്മുടെ പത്തരമാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മറക്കാതെ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.